ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. കാന്താരി മുളക് എന്ന പേരുള്ള ഒരു പണിപ്പുര ടാസ്ക് ആയിരുന്നു ലൈവില്. പഴയ ഗ്രൂപ്പ്സ് പൊളിക്കും എന്നൊക്കെ ടാസ്ക് ലെറ്ററിൽ തന്നെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പണി ടാസ്ക് ആണ് ഇത്. 2 മിനിറ്റ് വീതം എല്ലാവർക്കും ചെന്ന് സംസാരിക്കാം. ഡിബേറ്റ് ടാസ്ക് ആയിരുന്നു. ഹോട്ട് സീറ്റില് വ്യക്തിഗത ചോദ്യങ്ങൾ പാടില്ല എന്ന് സരികയും ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നൂറയും തർക്കിക്കണം. അതായിരുന്നു ആദ്യത്തെ റൗണ്ട്. സരിക ഇതില് മറ്റേ ആർട്ടിസ്റ്റ് കാർഡൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. കലാകാരന്മാരുടെ കലാകാരിയും ആയിരിക്കണം പ്രേക്ഷകർ ഇഷ്ടപ്പെടേണ്ടത്, അല്ലാതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കേട്ടിട്ടൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അവരെ ഇൻസൾട്ട് ചെയ്യുന്ന അവഹേളിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്നും, പിന്നെ നമ്മുടെ എന്താ പറയാ വേടനെയൊക്കെ പോലുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. മറ്റേ അവര് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താ, അല്ലെങ്കിൽ അവര് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താന്നുള്ള രീതിയിലൊക്കെ സരിക പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചോദിക്കാൻ പാടില്ല എന്ന് ശക്തമായി തന്നെ സരിക പറയുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഡിബേറ്റില് എന്നെ ഞെട്ടിച്ചത് നൂറയാണ്. ശരിക്കും കറക്റ്റ് പോയിന്റുകളാണ് നൂറ പറഞ്ഞത്. ഡിക്ലറേഷൻ കൊടുത്തിട്ട് തന്നെയല്ലേ നിങ്ങൾ ഈ ഹോട്ട് സീറ്റിൽ കയറി ഇരിക്കുന്നത്. ട്രിഗർ ചെയ്യുമെന്ന് അറിവുണ്ടായിട്ടും ഹോട്ട് സീറ്റിൽ കയറി ഇരുന്നിട്ട് പിന്നെ മോങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ നൂറ പറയുന്നുണ്ട്. പക്ഷെ 2 മിനിറ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനും, പിന്നെ അനീഷ് പറഞ്ഞ പോലെ ആ ഒരു ഇമോഷൻ അങ്ങ് കൺവേ ചെയ്യാനും നൂറയെ കൊണ്ട് പറ്റിയില്ല. അത് ലാക്ക് ചെയ്യുന്നത് കൊണ്ട് നൂറ ഇതില് ഈ ഒരു ടാസ്കിൽ പരാജയപ്പെട്ടു, ഈ ഒരു റൗണ്ടിൽ പരാജയപ്പെട്ടു. സരികയാണ് ആ ഒരു റൗണ്ട് ജയിച്ചത്. 150 പോയിന്റുകൾ സരികയ്ക്ക് ലഭിച്ചു. പിന്നെ ഈ ഒരു വിധി നിർണയത്തില് ഇന്നലത്തെ ധൈര്യശാലികളാണ് ഇരുന്നത്, ജൂറീസ് ആയിട്ട് ഇവരാണ് ഇരുന്നത്. അവർക്ക് ടൈമറും കൊടുത്തിട്ടുണ്ടായിരുന്നു, 2 മിനിറ്റ് ടൈമർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവര് പോയി കഴിഞ്ഞ ശൈത്യയും നെവിനുമാണ് ഡിബേറ്റിന് കയറിയത്. ശൈത്യയുടെ ഉള്ളിലെ മറ്റേ അഡ്വക്കേറ്റിനെ പുറത്തിറക്കാൻ പറ്റിയ ഒരു ടാസ്ക് ആയിരുന്നു ഇത്. എന്നിരുന്നാലും നിവിനാണ് ആ ഒരു കാര്യത്തിൽ ജയിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നർമ്മത്തിൽ ചാലിച്ച് പല കാര്യങ്ങളും നെവിൻ അവിടെ പറഞ്ഞു. അതുകൂടാതെ ശൈത്യയുടെ അനിമോൾ ഗെയിം ഉണ്ടല്ലോ, അനിമോളെ താങ്ങി നടക്കുന്ന ഗെയിം, അതൊക്കെ നെവിൻ ശരിക്കും എക്സ്പോസ് ചെയ്ത് വിടുന്നുണ്ട്. അത് പ്രൊവോക്ക് ചെയ്ത് വിടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പം ശൈത്യ അവിടെ പ്രൊവോക്ക് ആവുന്നുണ്ട്. നെവിനാണ് 150 പോയിന്റുകൾ നേടി ആ ഒരു റൗണ്ട് ജയിച്ചത്. ഇത് കഴിഞ്ഞിട്ടാണ് അക്ബർ, അഭിലാഷ് എന്നിവര് ഡിബേറ്റിനായിട്ട് വരുന്നത്. ഇതില് സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു ഇതൊരു വമ്പൻ അടിയാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാനിവിടെ ഇരുന്നത്. പക്ഷെ മറ്റേ നനഞ്ഞ പടക്കം എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു പരിപാടിയായിരുന്നു ഈ ഒരു റൗണ്ട്. ഗ്രൂപ്പ് വേണ്ട എന്ന് പറഞ്ഞ അഭിലാഷും, പിന്നെ ഗ്രൂപ്പ് വേണം എന്ന് പറഞ്ഞ അക്ബറും, ഇവർ രണ്ടുപേരുമാണ് വാദിച്ചത്. അക്ബറിനെയാണ് ജഡ്ജസ് വിജയിപ്പിച്ചത്. കാരണം ഡിബേറ്റ് ചെയ്ത ടോപ്പിക് നോക്കാതെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തില് ആണ് അനീഷ് അക്ബറിനെ വിജയിപ്പിച്ചത്, അനീഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു ജൂറി ടീം. പിന്നെ അക്ബർ മറ്റേ ആനക്കൂട്ടത്തിലെ കാര്യവും, ആനക്കൂട്ടം കൂട്ടത്തോടെ വരുമ്പോഴാണ് സ്ട്രോങ് ആയിട്ടുള്ളതെന്നും അങ്ങനെയുള്ള ഒരുപാട് ഉപമകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നിലപാട് പണയം വെക്കാതെ ഗ്രൂപ്പിൽ നിന്നുകൊണ്ടും അഭിപ്രായം പറയാമെന്നുള്ള പോയിന്റുകളും, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് കുറെ പോയിന്റുകൾ കണ്ടുപിടിച്ച് അക്ബർ പറയുന്നുണ്ട്. പക്ഷെ കിടിലം പോയിന്റുകളാണ് പറഞ്ഞതല്ല. എനിക്ക് പേഴ്സണലി വളരെ കൺവിൻസിങ് ആയിരുന്നു. അഭിലാഷിന്റെ വാദങ്ങൾ കമ്പാരിറ്റീവ്ലി ഇത്തിരി ലോ ആയിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അഭിലാഷിന് അവിടെ ഗ്രൂപ്പ് ഉണ്ട്. ഒനീൽ സാബു, ഷാനവാസ് ഒക്കെയാണ് അഭിലാഷിന്റെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്. അപ്പം അഭിലാഷിന് അവിടെ സ്വന്തം ഗെയിമിനെ എക്സ്പോസ് ചെയ്യാനും പറ്റില്ല, മതിരിച്ചിട്ട് കഴിക്കാനും പാടില്ല, കഴിച്ചിട്ട് തുപ്പാനും പാടില്ല എന്ന് പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷനിലാണ് അഭിലാഷ് അവിടെ നിന്നത്. ഇതിനുശേഷം ഒനീലും ഷാരികയുമാണ് വന്നത്. ഡെഡ് സോണിൽ പോകാൻ യോഗ്യത തനിക്കില്ലായിരുന്നു എന്ന് പറയണമായിരുന്നു. അതാണ് അവർക്ക് കൊടുത്ത ടോപ്പിക്. അപ്പൊ ഷാരിക പറഞ്ഞത് ഒനീല് മെയിൽ ഷോവനിസ്റ്റ് ആണെന്നും അങ്ങനെ കുറെ ഔട്ട് ഓഫ് ടോപ്പിക് കാര്യങ്ങൾ ഷാരിക പറഞ്ഞു. ഒനീൽ സാബ് കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. പോയിന്റ് വൈസ് ആണ് ഒനീൽ സാബ് വാദിച്ചത്. അനീഷ് എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ പുറത്തായത്, എനിക്ക് നല്ല പോയിന്റ്സ് കിട്ടി, ഞാൻ മുൻപന്തിയിൽ തന്നെ ആയിരുന്നു ആ ഒരു ടാസ്കിൽ ലീഡർ ബോർഡിൽ നിന്ന് അനീഷ് പറയുന്നുണ്ട്. അങ്ങനെ ഒനീൽ സാബ് ആ ഒരു റൗണ്ട് ജയിച്ച് 150 പോയിന്റുകൾ നേടി പോകുന്നുണ്ട്. ഒനീൽ അഡ്വക്കേറ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഡിബേറ്റ് ടാസ്ക് ഏറെക്കുറെ ചീറ്റിപ്പോയ ഒരു പടക്കം പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, സീസൺ 4 അരമണിക്കൂറും ഒക്കെ പോയൊരു ടാസ്ക് ആയിരുന്നു. ഓരോ റൗണ്ടും ഓർത്തോണം, ഓരോ റൗണ്ടും ഹാഫ് ആൻ അവർ ഒക്കെ വെച്ചിട്ടാണ് പോയത്. ഇതിപ്പോ 2 മിനിറ്റ് ടൈമർ, സ്റ്റോപ്പ് വാച്ചും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. പോയിന്റുകൾ ചുരുക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ എലാബറേറ്റ് ചെയ്ത് പറയാനൊന്നും പറ്റത്തില്ല. അവിടെ എക്സ്റ്റെൻഡ് ആയി വഴക്കുകൾ ഒട്ടും തന്നെ ബിഗ് ബോസ് പ്രതീക്ഷിച്ച ഹൗസിൽ നിന്നും ആക്ടിവിറ്റി ഏരിയയിലേക്ക് എക്സ്റ്റെൻഡ് ആയി പോയതുമില്ല. എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു 2 മിനിറ്റിൽ പറഞ്ഞു തീർത്ത് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയാൽ ഒരു നനഞ്ഞ പണക്കമായിട്ടാണ് എനിക്ക് തോന്നിയത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.